തകർന്നു പോയപ്പോൾ പകരം എന്താണ് സംഭവിച്ചത്? ഈ കുപ്ര ചെയ്തിരുന്ന മുതലാളി ഉണ്ടല്ലോ, ആ ബന്ധു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വയറ് പൊട്ടി മരിച്ചുപോയി എന്നാണ്. വയറ് രണ്ടായിട്ട് പൊട്ടിപ്പോയി. കാരണം ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരൻ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഈശ്വരൻ നോക്കിക്കൊണ്ടേയിരിക്കും. രക്ഷപ്പെടുത്താൻ ഈശ്വരൻ വരും നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. ആ കണ്ണീരിലൂടെ ഞാൻ അവരെ അത് ദൃശ്യമായിട്ട് കാണുക, അവരുടെ കണ്ണീര്, അവരുടെ തേങ്ങലുകൾ കേൾക്കുക. നമസ്കാരം. മനുഷ്യൻ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ, പണവും ഭൗതിക സുഖങ്ങളും മനുഷ്യനുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് പറയാതെ പോവുക ബുദ്ധിമുട്ടാണ്. സാധാരണ നിലയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാൾ അവൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ അവൻ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ചില സദ്ഗുണങ്ങൾ ഉള്ളത് കൊണ്ടോ, സദ്ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ഗുണങ്ങൾ അവനിൽ വന്നു ചേർന്നത് കൊണ്ടല്ല, ഭൗതികമായിട്ടുള്ള ചില ചിന്തകൾ അവനെ അനുഭവിക്കാനുള്ളത് കൊണ്ടോ, അവൻ്റെ കാലം അവന് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടോ അവനിൽ കുറച്ച് ധനം വന്നു ചേരും. അങ്ങനെ ധനം വന്നു ചേരുന്ന ഒരാളുടെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവ കഥയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന 6-7 സന്താനങ്ങളുള്ള, സഹോദരങ്ങളുള്ള അല്ലെങ്കിൽ സഹോദരിമാരുള്ള ഒരു ഏറ്റവും ദരിദ്ര മേഖലയ്ക്ക് വളരെ താഴെയുള്ള ഒരു ജീവിതത്തിൽ ജനിച്ച ഒരാളുടെ കഥയാണ്, ഒരാളുടെ അനുഭവമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥയാണ്. ഒരാൾ ഒരു നേരത്തെ ആഹാരത്തിന് കിട്ടുന്ന ഒരു പിടി അരി പോലും 7 ഭാഗം വെച്ച് കൊടുക്കുന്ന ഒരു അമ്മയുടെ മകനായി ജനിച്ച ഒരാൾ. അയാൾ ഇന്ന് വളരെ സമ്പന്നനാണ്. അയാൾ എന്നെ കാണുമ്പോഴൊക്കെ സ്വാമി എന്തുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കളും 3 ആൺമക്കളും ഒരു പെൺകുട്ടിയെയും കുറിച്ചാണ്. ധാരാളം സമ്പത്തുണ്ട്, ധാരാളം ബിസിനസ്സുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നേരിയ ക്ഷീണം കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്, കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ വളരെ ഡയറ്റിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡയറ്റല്ല, പണം ഉണ്ടാക്കുന്ന ആത്മസംഘർഷമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോ സാധാരണ അവശതകൾ ഉണ്ടാകാറുള്ളത്? ഞാൻ പറഞ്ഞു, എനിക്ക് 36 വർഷം പ്രമേഹ രോഗം, ഡയബറ്റിക് ഉള്ള ആളാണ്. ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് 4 കിലോയൊക്കെ കുറച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മതി എന്ന് വിചാരിച്ചിരുന്നു. ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു, ആഹാരപ്രിയനായിരുന്നു. 3 മാസം പ്രായമുള്ളപ്പോൾ 3 ഇഡ്ഡലി കഴിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കുടുംബക്കാരെന്നെ ഇഡ്ഡലിക്കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാർക്കെല്ലാം എന്നെ കുട്ടൻ എന്ന് പറഞ്ഞാലേ അറിയാൻ പാടുള്ളൂ. ഇപ്പോഴും ജീവിതം ശേഷിക്കുന്ന ചിലർ എന്നെ കുട്ട എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നവർ 2012 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എവിടെയാണെന്നോ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ എന്ന് അറിയാത്തവരുള്ളത് കൊണ്ടും അവരൊന്നും ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ടും ആ വിളി ഞാൻ കേൾക്കാറില്ല. നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ മാമാന്നും ചിറ്റപ്പാന്നും ഒക്കെ വിളിച്ച് സ്നേഹിച്ചിരുന്നവർ, അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ വന്ന പുതിയ തലമുറ നമ്മളെ അന്യനെ പോലെ കാണുകയും നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെയാണല്ലോ. സമ്പത്തും പണവും ഇല്ലാത്തവനൊക്കെ അന്യനേക്കാൾ കഷ്ടമാണ്, ഏതോ ഒരു അപരിചിതനെ പോലെ. അങ്ങനെ കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും അബദ്ധമാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട്. ഞാനിപ്പോൾ തന്നെ പല യോഗീശ്വരന്മാരുടെയും പല കുടുംബത്തിൻ്റെയും ഫലങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു യോഗീശ്വര സാന്നിധ്യമുള്ള ഒരാളുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. വിവാഹം കഴിക്കാത്ത ആത്മീയമായി യാത്ര ചെയ്യുകയും ഹിമാലയ യാത്രകൾ ചെയ്യുകയും മഹാസന്യാസി ശ്രേഷ്ഠ മഠങ്ങളിലൊക്കെ ജീവിക്കുകയും സന്യാസിയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തവരുടെ സ്വത്തുക്കൾ കുടുംബത്തിലേക്ക് ചെന്നു ചേരുകയും അല്ലെങ്കിൽ എന്തെങ്കിലും വിധി നിന്നുകൊണ്ട് തൻ്റെ കുടുംബ സ്വത്തുക്കളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് മനസ്സുകൊണ്ട് ഒരു നേരമെങ്കിലും ഈശ്വര അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിന്ത ചെന്ന് നിൽക്കുന്ന, ആ ദുരിതം നിന്ന് നിൽക്കുന്നത് ഞാൻ അനുഭവിക്കേണ്ടതല്ലേ അവരും കൂടെ അനുഭവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്ത അസ്ത്രമായി ശരശയായി 3 തലമുറകളിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ്. നമ്മളാരും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഈ നിമിഷം നിനക്ക് ദൈവം തരുന്ന സന്തോഷം
ഈ നിമിഷം നീ സന്തോഷിക്കൂ. നീ നാളെ വരുന്ന ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സിനെ സംഘർഷപ്പെടാതിരിക്കൂ. ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് വാർത്ത. ഞാനിപ്പോൾ ഇങ്ങോട്ട് DNA-യിലേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ ഒരു അമ്മ എന്നെ വിളിച്ചു, സ്വാമി ദേഷ്യപ്പെടരുത് സ്വാമി, എൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയുകയാണ്. ഞാൻ അവരെ കരച്ചിൽ മുഴുവൻ കേട്ടു. ലഹരി പദാർത്ഥങ്ങൾക്കെന്തോ അടിമയായി പോയ, നല്ലവണ്ണം പഠിപ്പിച്ച, ഭർത്താവില്ലാതെ മകനുമെല്ലാം ആശ്രയിച്ച് ജീവിച്ച മകൻ. ഞാനത് കേട്ടുകൊണ്ടേയിരുന്നു. കാരണം അവരുടെ കണ്ണീര് ഫോണിൽ കൂടെ കേൾക്കുക, ആ കണ്ണീരിലൂടെ ഞാൻ അവരെ അത് ദൃശ്യമായിട്ട് കാണുക, അവരുടെ കണ്ണീര്, അവരുടെ തേങ്ങലുകൾ കേൾക്കുക. എന്തൊരു ശോചനീയമാണ്. ഒരു മകനെ വളർത്തിയെടുത്തവൻ മുറി അടച്ചിരുന്ന് ലഹരി പദാർത്ഥം അടിമയായി വല്ലപ്പോഴും മുറി തുറന്ന അമ്മയെ ഭീവത്സമായി നോക്കുന്ന ഒരു മകനെ ഓർത്ത് എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കൂ സ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അങ്ങനെയുള്ള രക്ഷാകവചം ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരാളില്ല. തന്ത്രശാസ്ത്രം, തന്ത്രമാന്ത്രികങ്ങളിൽ വളരെ പരിമിതമായ അറിവുകളുള്ള രക്ഷപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലതും സർവനാശവും കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു ദമ്പതിമാരിൽ ഒരു അതിസുന്ദരിയായ പെൺകുട്ടി എൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ട് എനിക്ക് കുറേ നേരം പിന്നെ ബാക്കിയുള്ളവരുടെ ഫലം പറയാൻ പോലും പറ്റിയില്ല. ഒരാളെ സഹായിക്കാൻ പോയതാണ്. അവർ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ എപ്പോഴോ ഒരാൾ സഹായിച്ചപ്പോൾ അയാൾ ബിസിനസ്സിൽ തകർന്നു പോയപ്പോൾ ഇവർ ഗൃഹം ഉൾപ്പെടെ അയാൾക്കൊന്ന് സഹായിച്ചു. ആ ഒരൊറ്റ സഹായം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ രക്ഷപ്പെടുത്താൻ പോയാൽ ദൈവം നമ്മളെ കൂടെ ശിക്ഷിക്കും എന്നുള്ളത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കടബാധ്യതകൾ കൊണ്ട് മൂടപ്പെട്ടു പോയാൽ ഇതിന് പൂജ പരിഹാരങ്ങളില്ല. കടം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ലോട്ടറി അടിച്ചാലൊന്നും അടിക്കില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനകത്തുനിന്ന് കടം കയറി വരാൻ. അപ്പം നമ്മൾ വീണ്ടും കടം മേടിച്ച് ഒരു കടം തീർക്കാൻ അടുത്ത കടം മേടിക്കുക, ഓരോ കടബാധ്യതകൾ തീർക്കാൻ കടം മേടിച്ച് കൂട്ടുക. ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും, ഗൃഹമാണെങ്കിലും ഭൂമിയാണെങ്കിലും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നതാണ്. കാരണം നമ്മൾ 1 രൂപ നാണയം നമ്മൾ തിരിച്ചടച്ചാൽ അതിൽ 25 പൈസ മാത്രമേ മുതലാവൂ. 75 പൈസ ബാങ്കുകാർ തരുന്ന ലോണാണ്. ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ആരാച്ചാർമാരുടെ കോലമാണ്. നമ്മളെ കഴുത്തറുത്ത് കൊന്നു കളയുന്ന, നമ്മൾ തല കൊണ്ടുവന്ന് ആ കുരുക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അവരുടെ കുരുക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് വാഹനമാണെങ്കിലും അത് തന്നെ. ഞാൻ ആദ്യമേ എടുത്തൊരു പോളിസി ഉണ്ടായിരുന്നു. ലോൺ എടുക്കില്ല, കടം മേടിക്കില്ല, ബാധ്യതകൾ ഉണ്ടാക്കില്ല. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ദൈവം എങ്ങനെയാണോ പണ്ട് എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല പ്രധാനം, ഇപ്പോൾ നിനക്ക് എന്തുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പണ്ട് നിനക്ക് ആനപ്പുറത്ത് ആനയുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തൊരു തഴമ്പുണ്ടോ എന്നൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് പറയുന്ന പഴയ ആൾക്കാരുടെ ഒരു വാക്കുകളുണ്ട്, ചില വാക്കുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കടബാധ്യത കൊണ്ട് മുടിഞ്ഞു പോകുന്നവർ, വീട് വിൽക്കാൻ നിൽക്കുന്നവർ, വീടും ഒക്കെ വിറ്റ് പറക്കി എങ്ങോട്ടാണ് ഒരിടത്തും മനസമാധാനമില്ലാത്ത, ശാന്തിയുമില്ലാതെ അലയുന്ന ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങൾ. മരിച്ചവരങ്ങ് പോകും. ജീവിച്ചല്ലേ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർ ഒരുമിച്ചൊക്കെ ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ബാധ്യതയൊന്നും കുട്ടികളെ അറിയിക്കാതെ, ഇല്ലെങ്കിൽ ചിലർ ഭാര്യയും അറിയിക്കത്തില്ല. ഒരു ദിവസം ഒരു ഹൃദ്രോഗമെങ്ങാനും വന്നില്ലെങ്കിൽ ഒരു തട്ടിമുട്ടി കിടന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഭർത്താവ് പോയപ്പോഴുണ്ടാകുന്ന ഭീമരമായ ബാധ്യതയുടെ മുമ്പിൽ മരവിച്ചു നിൽക്കുന്ന എത്രയെത്ര ഭാര്യമാരാണ്. ഈ കടബാധ്യതയിൽ നിന്ന് കരകയറാൻ എന്ത് മാർഗം? ധനമുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ചുറ്റും ആൾക്കാർ വന്ന് നിറയും. ധനമില്ലെങ്കിൽ ആരും, ദൈവം കൊടുക്കും അയഞ്ഞ്, ഇഷ്ടം പോലെ കൊടുക്കും. ദൈവം ഇങ്ങനെ ഒരു കയറാണ്, അതിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ ദൈവം ഒരു പിടി പിടിക്കും. ആ പിടി വിട്ടുപോയാൽ പോയി, തീർന്നു. എല്ലാം കൊണ്ട് ഒരു പോക്കാണ് നമ്മൾ. അപ്പോൾ മനുഷ്യൻ അഹങ്കരിക്കും. എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, ഈ ബന്ധങ്ങളുണ്ട്, എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, എനിക്ക് ഗുണ്ടകളുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മുടെ പണമുണ്ട്, അതുകൊണ്ട് എന്തും സാധിക്കുമെന്ന് നേടാൻ പറ്റും എന്ന് വിചാരിക്കുന്നവരൊക്കെ തന്നെ അവസാന കാലം വന്നു ചേർന്നിരിക്കുന്ന ബുദ്ധിമുട്ട്, ദുരിതങ്ങൾ അല്ലേ, ഒന്നും കാണൂല. അനുഭവിക്കാൻ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. കാരണം ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരൻ എല്ലാം ഇങ്ങനെ ഇട്ടുകൊടുക്കും. എന്നിട്ട് ഈശ്വരൻ നോക്കിക്കൊണ്ടേയിരിക്കും. രക്ഷപ്പെടുത്താൻ ഈശ്വരൻ വരും നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ മനുഷ്യൻ അഹങ്കരിക്കും. അല്ല, ഇന്നലെ കണ്ടില്ലേ
രണ്ട് ഗുണ്ടാസംഘങ്ങൾ മുഴുവൻ പരസ്പരം വെട്ടി വീഴ്ത്തി വെട്ടിക്കൊന്ന് അതിനൊക്കെ ഇപ്പോൾ പലരുടെയും പേരുകൾ വലിച്ചിഴക്കപ്പെടുന്നു. അതൊക്കെ എന്ത് ജീവിതത്തിൽ വേണം? ദൈവം എല്ലാം ഇഷ്ടം പോലെ സമ്പത്ത് കൊടുക്കും. ആ സമ്പത്ത് വാരി കോരി കൊടുക്കുമ്പം ഇത്തരം ദുഷ്ടശക്തികളും കൂടെ നമ്മളെ കൂടെ വന്നു ചേരും. അപ്പോൾ ഒരാളെ കൊന്നാലും ആരും അറിയില്ല എന്ന് വിചാരിക്കും. പോലീസ് സ്വാധീനമുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിലും ഇതിനൊക്കെ കരകയറാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ കടുത്ത ആപത്തിലേക്ക് ചെന്നപ്പെടും, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ദൈവവിധിയുണ്ട്. ആ വിധി നമ്മളെ വല്ലാതെ നശിപ്പിച്ച് കളയും, അല്ലേ? നമ്മളൊരാളെ കൊന്നാൽ, ഒരാളെ കൊല്ലാൻ കൂട്ടുനിന്നാൽ, അതിഭീകരമായി കൊന്നാൽ, ആ കൊന്നവനും വേറെ ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊന്നു കഴിയുമ്പോഴുണ്ടാകുന്ന, കാരണം ദൈവം കൊടുത്ത ജീവൻ, ദൈവം കൊടുക്കുന്ന ജന്മം, അത് ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടെ തീരുമാനിച്ചാണ് ഈശ്വരൻ ഒരുത്തനെ ഇങ്ങോട്ട് വിടുന്നത്. ആ ജന്മം ദൈവം എടുക്കാനുള്ളതാണ്, മനുഷ്യനെടുക്കാനുള്ളതല്ല. അപ്പം മനുഷ്യനതെടുക്കുമ്പോൾ എന്താണ്? ദൈവത്തിനത് കടം ബാക്കിയായി. ആ കടത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് എത്ര ജന്മാന്തരങ്ങൾ പറയണം, ഒരു ജന്മത്തിലല്ല. ഞാൻ കൊടുക്കാനുള്ള ശിക്ഷ നീ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്കുള്ള ശിക്ഷ, നിന്റെ ശിക്ഷയുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കേണ്ട ശിക്ഷയും കൂടെ നീ കൊടുത്തപ്പോൾ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷയും കൂടെ നീ അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഈ ആത്മീയതയിലുണ്ടാകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പുരാണങ്ങൾ എടുത്താൽ തന്നെ ഇങ്ങനെയുള്ള നമുക്ക് ചിന്തിക്കാൻ പാകത്തിലുള്ള ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ട്. ഒരു നേരത്തെ തെറ്റിന് ഒരു ഭൗതികമായിട്ടുള്ള ഒരു തെറ്റുകൾ, ആ തെറ്റുകൾ എത്ര ജന്മജന്മാന്തരങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ കാര്യം. ഞാനിപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഞാനിങ്ങനെ വാർത്തകളൊക്കെ ഇങ്ങനെ ചുമ്മാതെ കാണും. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി, അല്ലേ? വടംവലി, അധികാരം എന്ന് പറയുന്ന ഭ്രാന്തമായ അധികാരഭ്രാന്ത്, അല്ലേ? ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഭ്രാന്ത്, പണത്തിന് വേണ്ടിയിട്ടുള്ള ഭ്രാന്ത്. ഈ ഭ്രാന്തുകളൊക്കെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പ്രഗത്ഭരായവർ, എത്രയോ കോടീശ്വരന്മാർ. വിജയമല്യയുടെ കാര്യം അറിയില്ലേ? ശബരിമല മുഴുവൻ കല്ലുകൾ പാകിയ, കയറ്റിറക്കങ്ങൾ മുഴുവൻ, ശബരിമല കയറ്റിറക്കങ്ങൾ മുഴുവൻ കരിങ്കല്ലുകൾ പാകിയ, അവിടെ സ്വർണം പൂശിയ, അല്ലേ? അയ്യപ്പന് ചുറ്റും സ്വർണം പൂശിയ വിജയമല്യ, അല്ലേ? പണം കൊടുത്ത, അല്ല മദ്യം വിറ്റുണ്ടാക്കിയ പണം കൊണ്ടുവന്ന്, ഇല്ലേ? ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇന്ന് വിജയമല്യ എവിടെയാണ്? ഈ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന രാജ്യം വിട്ട് പോകേണ്ടി വന്നു. അപ്പം ധനമാണ് കോടീശ്വരൻ എന്ന് പറയുമ്പോൾ, ഈശ്വരൻ എന്ന് പറയുന്ന കോടികളുള്ളവനല്ല ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്ന മറ്റൊന്നാണ്. ആത്മീയമായിട്ടുള്ള, ഇല്ലെങ്കിൽ ഭൗതികതയിൽ കോടീശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വര സാന്നിധ്യങ്ങൾ എന്ന് പറയുന്ന സാങ്കല്പിക ശക്തിയാണ്. മനുഷ്യ, നീ അനുഭവിക്കാനുള്ള വേദനയും ദുഃഖവും ദുരിതവും, നിന്റെ ശരീരമൊന്ന് മുറിഞ്ഞാൽ അത് ചോര വരും, നീ ഒന്ന് കരഞ്ഞാൽ കണ്ണീര് വരും. നിനക്ക് ദുഃഖങ്ങൾ താങ്ങാനായിട്ടുള്ള ഒരു മസ്തിഷ്കം തന്നിട്ടുണ്ട്, അത് കണ്ണീരായി കവിളിലൂടെ തുറങ്ങി പുറത്ത് തറയിലേക്ക് വീഴും, അല്ലേ? നിന്റെ ശരീരമെന്ന് പറയുന്ന ജീർണവസ്ത്രമാണ്. ഒരു നിമിഷം ശ്വാസം നിലച്ചാൽ ദുർഗന്ധം വമിക്കുന്നതാണ്. പിന്നെ നിന്റെ ശരീര അവയവങ്ങൾ, നീ എത്ര മധുരമുള്ള സാധനങ്ങൾ കഴിച്ചാലും, എത്ര ഫലമുള്ള സാധനങ്ങൾ കഴിച്ചാലും, നിന്റെ ഉദരം കൃത്യമല്ലെങ്കിൽ, അതിലെ ദഹനഗ്രന്ഥി കൃത്യമല്ലെങ്കിൽ, നീ ഒരു ദിവസം കൊണ്ട് തന്നെ നീ ഇല്ലാതായി പോവും. ഈ ലോകത്തിലെ, ഈ മനുഷ്യജന്മത്തിലെ ഏറ്റവും സുഖകരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഏറ്റവും സുഖകരമായ ശോധന ചെയ്യുന്നവനാണ് ഏറ്റവും സുഖകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. ശരീരത്തിലുള്ള വിസർജ്യം പുറത്തു പോകാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ആഭിചാര കർമ്മങ്ങളിൽ, ചിലരുടെ ആഭിചാരം കൊണ്ട് മറ്റൊരാൾ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നുവെങ്കിൽ, ആ സുഹൃത്തുമായിട്ടൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ആ സുഹൃത്തുമായിട്ട് തെറ്റിക്കഴിയുമ്പോൾ ഉടൻ ആഭിചാരം ചെയ്യുന്നവനെ പോയി കണ്ട്, അവൻ നശിച്ച് നാമാവശേഷം ഇരിക്കുകയായിരിക്കും, അവനെ പോയി കണ്ട് ഇവൻ്റെ ഉദരം അങ്ങ് തകർക്കും. ഉദരമാണ് ആദ്യം തകർക്കുക. ഉദരം തകർത്ത് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം താറുമാറായി, അവൻ്റെ ദഹനഗ്രന്ഥി പറ്റിപ്പോകും, അവൻ വയറ് പൊട്ടി മരിക്കും. പിന്നീട് അങ്ങോട്ട് പോകും. ഏത് ചെയ്യുന്നവനും ചെയ്യിപ്പിച്ചവനും ഉദരരോഗം വന്ന് തന്നെയാണ്, വയറ് പൊട്ടി മരണം. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു ഗൃഹം, അവർ ഈ കൊപ്ര കച്ചവടം ചെയ്തിരുന്നവരാണ്. അപ്പോൾ കൊപ്ര കച്ചവടം ചെയ്ത് നല്ല ഇഷ്ടം പോലെ പണമാണ്, പണ്ട് കാലമാണ്. അപ്പോൾ അവരുടേതായിട്ടൊരു ബന്ധുക്കളായിട്ടുള്ള 3-4 കുട്ടികൾ, അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അവർ ക്ലാസ്സുകളിൽ പോവാതെ ഈ കൊപ്ര പറക്കാനായിട്ട് പോയി. ഈ കൊപ്ര പറക്കാനായിട്ട് പോയപ്പോൾ ഒക്കെ ബന്ധുക്കളാണ്.
പിള്ളേരില്ലേ, അന്നത്തെ കാലത്ത് 10-50 പൈസ കൊടുത്താൽ ഇവിടുത്തെ അന്ന് കാലത്ത് 100 രൂപ കൊടുത്താൽ ഒരുത്തൻ ചെയ്യുന്ന ജോലി പിള്ളേർ ചെയ്യും. ഇവർ സ്കൂളിൽ പോകാതെ ഈ കൊപ്ര പടക്കിയിട്ട് അങ്ങനെ കൊപ്ര പറക്കിയിട്ട് അതിൽ ഒരു കൊപ്ര കയ്യിലേക്കെടുത്താൽ അത് എത്ര വെളിച്ചെണ്ണ കിട്ടും എന്ന് പറയുന്ന തരത്തിലേക്ക് ബുദ്ധിയുള്ളവരുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരാൾ മിടുക്കനായപ്പോൾ അയാൾ എന്ത് ചെയ്തു? സ്വന്തമായി കൊപ്ര കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ ആ കൊപ്ര കച്ചവടത്തിൽ സമ്പന്നനായപ്പോൾ ആ കൊപ്രാക്കളത്തിൽ അന്ന് അവരുടെ ബന്ധുവായി ജോലി ചെയ്തിരുന്ന ആൾ എന്ത് പറ്റി? അസൂയ കൊണ്ട് അയാൾ അങ്ങോട്ട് ജലിച്ചു. തൻ്റെ ബന്ധുവൊക്കെ ശരി തന്നെയാണ്. തൻ്റെ കൊപ്രാക്കളത്തിൽ തേങ്ങ പറക്കാൻ നിന്നവൻ, ഉണങ്ങിയ തേങ്ങാപ്പൂൾ പറക്കാൻ നിന്നവൻ, അവൻ ചുമടെടുത്ത് നടന്നവൻ, അവൻ ഇന്ന് എന്നെക്കാൾ വലിയ ഒരു മുതലാളിയാകാൻ തീരുമാനിക്കുന്നു. അവൻ മുതലാളി ആയിക്കൊണ്ടേയിരിക്കുന്നു. അവൻ തത്തുല്യമായി ഞാൻ കൊപ്ര കൊടുക്കുന്നിടത്തൊക്കെ അവൻ കൊപ്ര കൊടുക്കുന്നു. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടത് മുഴുവൻ അവൻ അനുഭവിക്കുന്നു. അവൻ അങ്ങനെ അനുഭവിക്കേണ്ട. അവൻ്റെ വീടുമായി ചേർന്ന സ്ഥലത്ത് അതിഗംഭീരമായിട്ടൊരു അവൻ്റെ കുലം നശിപ്പിക്കാനായിട്ട് അവൻ്റെ ബന്ധുവാണ്. ആ കൊപ്ര പറക്കി ജീവിക്കുന്നവൻ്റെ അവൻ്റെ കൊപ്രാക്കളവും അവൻ്റെ ബിസിനസ്സും എല്ലാം താറുമാറാക്കാനായിട്ട് അയാൾ പണിതിട്ട ആ വീടിൻ്റെ ഭാഗം പോലും, ആ വീട് പോലും കെട്ടാൻ പറ്റാത്ത തരത്തിൽ കൊണ്ടുവന്നൊരു ആഭിചാരകർമ്മം കുഴിച്ചിട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തകർന്നു പോയി എന്നുള്ളതാണ്. തകർന്നു പോയപ്പോൾ പകരം എന്താണ് സംഭവിച്ചത്? ഈ കൊപ്ര ചെയ്തിരുന്ന മുതലാളി ഉണ്ടല്ലോ, ആ ബന്ധു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വയറ് പൊട്ടി മരിച്ചു പോയി എന്നാണ്. വയറ് 2ആയിട്ട് പൊട്ടിപ്പോയി. കുറേ കാലത്തിന് ശേഷം ഞാനാണ് അവിടുന്ന് ആഭിചാര കർമ്മത്തിൻ്റെ ആ ഭാഗം കണ്ടെത്തുകയും അവിടെ ഉഗ്രപ്രത്യങ്കര ചെയ്ത് നിർവീര്യമാക്കുകയും ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും സംഭവിച്ചു. അപ്പം അയാൾ എന്താണ് ചെയ്തത്? അയാൾ അവിടെ നിന്ന് പഠിച്ച ഒരു ബിസിനസ് കൊണ്ട് അവിടെ പഠിച്ച പഠിച്ചതല്ലേ മറ്റൊരാൾക്ക് അയാൾ സ്വന്തം ജീവിതത്തിലൊക്കെ അത് പകർത്തിയപ്പോൾ മറ്റേയാൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെയ്ത ആഭിചാരത്തിൽ എന്ത് ചെയ്തു? ആ കുടുംബം ശിഥിലമായി പോയി എന്നാണ്. അത് ആർക്കെതിരെ ആഭിചാരം ചെയ്താലും എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, സ്വാമി ആഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ഇതൊക്കെ ഉണ്ടോ സ്വാമി? ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരാൾ ആഭിചാരം ചെയ്തു നശിച്ചു പോകുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളല്ലേ ഇതൊക്കെ. ആഭിചാരമില്ലാതിരിക്കൂ. തന്ത്രമാന്ത്രികങ്ങളിൽ ഒരു കാലത്ത് രാജാക്കന്മാർ തമ്മിൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ആഭിചാരം ചെയ്യില്ലേ? ഒരാളെ 10 പേരായിട്ട് കാണുന്ന തരത്തിലുള്ള സംഭവങ്ങളില്ലേ? ഒരാളെ 10 ആയിട്ട് കാണും. ഒരു പോരാളി നിൽക്കുമ്പോൾ 10 ആളായിട്ട് കാണുന്ന കർമ്മങ്ങളുണ്ട്, കൺകെട്ട്. അങ്ങനെയുള്ള പഴയ തന്ത്രശാസ്ത്രത്തിലെ പുസ്തകങ്ങൾ താളിയോല കെട്ടുകൾ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന മാർത്താണ്ഡവർമ്മയുടെയൊക്കെ കാലത്ത് ഉണ്ടാകുന്ന തന്ത്രശാസ്ത്രത്തിനൊക്കെ ഉണ്ടാകുന്ന ധർമ്മരാജാവിൻ്റെ കാലത്തൊക്കെ ഉണ്ടാകുന്ന ചില താന്ത്രിക കർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഞാൻ അദൃശ്യമായി നിനക്ക് സഞ്ചരിക്കാം. നിങ്ങളുടെ ശരീരം ഒരിടത്ത് തന്നെ ഇരിക്കും, പക്ഷെ നിൻ്റെ മനസ്സിന് അദൃശ്യമായി സഞ്ചരിക്കാം. നിനക്ക് എത്ര ദൂരം വേണമെങ്കിൽ ഇത്ര കിലോമീറ്റർ ഇത്ര നിമിഷം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റിയുള്ള തന്ത്രശാസ്ത്രത്തിലൊരു താളിയോലൊക്കെ ഇട്ട് ഞാനത് ഒരാൾക്ക് വിട്ടുകൊടുക്കുക ചെയ്തു. അതൊക്കെ നമ്മളിൽ ഇരിക്കുന്നത് തന്നെ വലിയ അബദ്ധമാണ്. എനിക്ക് തന്ന ആൾ തന്നെ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മൃത്യുവാണ്. ഞാനത് വായിച്ചിട്ട് അപ്പം തന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമുക്കൊരാളോട് ശത്രു തോന്നി. ഞാൻ ഈ ആഭിചാരത്തെക്കുറിച്ച് നിരന്തരം പറയുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന പല വാർത്തകളിലും അച്ഛൻ മകനെതിരെയും, മകൻ അച്ഛനെതിരെയും, ഭാര്യ ഭർത്താവിനെതിരെയും, ഭർത്താവ് ഭാര്യയ്ക്കെതിരെയും, സഹോദരൻ സഹോദരിക്കെതിരെയും, സഹോദരി സഹോദരനെതിരെയും ഒക്കെ ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കൊക്കെ വന്നു ചേരുന്ന വിപത്തുകളും ആപത്തുകളും അപകടങ്ങളും എത്ര തലമുറയാണ്. ചെറിയ വിഷയങ്ങൾ പോലും നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ അല്ലേ, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിചാരിക്കും ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. അങ്ങനെ കാണുമ്പോൾ അതിലൊക്കെ വന്നു ചേരുന്ന മാരകമായ വിപത്തുകൾ, കുടുംബ ബന്ധങ്ങൾ, പുതിയ ചെറുപ്പക്കാരൊന്നും അറിയാതെ പകച്ചു നിൽക്കുവാണ്. എൻ്റെ അടുത്ത് ഇന്നിപ്പോൾ രാവിലെ ഒരു എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ വന്നിരുന്നു. എനിക്ക് അവരോട് പലതും പറയാൻ പോലും പറ്റണില്ല. ഞാൻ അവരിലൂടെ കാണുകയാണ് 2 തലമുറ മുമ്പ് നടന്ന വിഷയങ്ങൾ. ഞാൻ അവിടുത്തെ 2-3 പേരുകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് നിർത്തി. അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനുള്ള ഒരു പരിഹാരം പോലും, സ്വാമി ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ ഭീതി, ശാസ്ത്രം എത്ര വളർന്നു എന്നൊക്കെ പറഞ്ഞാലും, കാലം എത്രയൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞാലും, നമ്മുടെ ഭൂമിയുടെ അടിത്തറയിൽ തന്ത്രമാതൃകങ്ങൾക്കൊരു ശക്തിയുണ്ട്.
മരണമെന്ന് പറയുന്ന സത്യം, മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യം യഥാസമയം വന്നില്ലെങ്കിൽ, യഥാസമയം വന്ന് നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പുഴുക്കളരിച്ച് കിടക്കുന്ന, എറുമ്പരിച്ച് വരുന്ന അവസ്ഥ, മുറിവേറ്റ് കിടക്കുന്ന കിടപ്പിൽ തന്നെ മുറിവുകൾ ഉണ്ടാകുക, ആ മുറിവുകളെ എറുമ്പുകൾ അരിച്ചു വരുന്നൊരവസ്ഥ. എൻ്റെ അറിവിൽ ഇപ്പം തന്നെ 7 or 8 പേര് കിടപ്പുണ്ട്. മരണം അന്വേഷിച്ച് ചോദിക്കാൻ ആൾക്കാർ, സ്വാമി എപ്പോഴാണ് ഇതൊന്ന് കഴിയുക എന്നുള്ളത്. കാരണം അവർ കിടന്ന് അനുഭവിക്കുന്നത്, അതായത് ജീവിച്ചിരിക്കുന്നവർ അവരെയൊക്കെ നോക്കും, നല്ലവണ്ണം നോക്കും, ഇതിനെയൊക്കെ പരിപാലിച്ച് ഇതിനെയൊക്കെ ശുദ്ധി ചെയ്ത് മനുഷ്യൻ ഒരാളിങ്ങനെ കിടക്കിൽ ജീവൻ, അതിലൊരു തുടിപ്പുണ്ടല്ലോ, ജീവൻ ഒരു പ്രാണാംശമുണ്ടല്ലോ. ഇവിടെ സുന്ദരിമാരായും സുന്ദരന്മാരായും എഴുന്നേറ്റ് നടന്ന ഒരുപാട് മനുഷ്യന്മാർ ഏതോ ചെയ്തു പോയ ഒരു നിമിഷത്തെ കർമ്മത്തിൽ പറ്റിയ പിഴവ് കൊണ്ട് മരണമില്ലാതെ കിടക്കുന്ന അവസ്ഥ. ഞാൻ ടീച്ചറോട് എപ്പോഴും പറയും, ടീച്ചറെ നമ്മൾ ഒരുപാട് കാലം ജീവിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണ്ട. അയ്യോ ടീച്ചറെ, ഞാൻ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ ജീവിക്കുന്ന നിമിഷം, ഈ നിമിഷം ജീവിച്ചാലും സന്തോഷകരപരമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കുക. നമുക്ക് അർഹതയില്ലാത്തതൊന്നും നമുക്ക് വേണ്ട. ദൈവം എപ്പോഴാണോ വിളിക്കുന്നത്, അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് അങ്ങ് ഒരുമിച്ച് പോകാൻ പറ്റുമോ? നമ്മളും നമ്മളെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ, അല്ലേ, മനപ്രയാസം ഉണ്ടാക്കാതെ, നമുക്ക് എല്ലാവർക്കും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളോട് ശത്രുത തോന്നുന്നവർക്കും തന്നെ മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും കൂടെ കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ആ പ്രാർത്ഥന വളരെ ഫലം ചെയ്യും. ശത്രുവിന് പോലും ശത്രുത മാറി, ശത്രുത മാറുക, ശത്രുത മാറാനുള്ള കർമ്മമുണ്ട്. ഈ ശത്രു സംഹാരത്തിനകത്തുണ്ട്, ശത്രുതാ സംഹാരം എന്നുണ്ട്, ഉഗ്രപ്രത്യങ്കരയിലുണ്ട്. അതിന് കർമ്മം വേറെയാണ്, മന്ത്രവും വേറെയാണ്. അതിൽ ശത്രുതാ സംഹാരം ചെയ്യാൻ പറ്റും, ശത്രു സംഹാരവും ചെയ്യാൻ പറ്റും. ശത്രു സംഹാരം ചെയ്താൽ ശത്രുവിന് സംഭവിക്കുന്നതും ശത്രുതാ സംഹാരം ചെയ്യാൻ സംഭവിക്കുന്നതും ഒക്കെ വേറെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ തന്ത്രമാന്ത്രികങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അത് കത്തുന്ന പൊള്ളുന്ന വിഷാംശമുള്ള അഗ്നിയാണ്. അത് തൊട്ടാൽ പൊള്ളും. പൊള്ളുക മാത്രമല്ല, ആ പൊള്ളുന്നിടം അഴുകി ജീർണിച്ചു പോകും. കാരണം അതിൽ വിഷാംശമുണ്ട് എന്നുള്ളതാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവം ഉള്ളതുപോലെ തന്നെ ഇപ്പുറത്ത് പൈശാചികമായ ഒരു ശക്തിയുമുണ്ട്. പൈശാചികമായ ശക്തികൾക്ക് ബലം കൂടും. പകലിനേക്കാൾ ശക്തമാണ് രാത്രികളിൽ നമ്മൾ കാണുന്നത്. പകലുകളിൽ പക്ഷികൾ പറക്കും, രാത്രികളിൽ ക്രൂരമുഖമുള്ള മൂങ്ങകൾ പൈശാചിക ശക്തികളെ കാണും. അവൾ കുറുകും, അവർ അവരുമായിട്ട് സമ്പർക്കം ചെയ്യും. അങ്ങനെയുള്ള അതിലെ നമ്മൾ പ്രേത നോവലുകൾ കഴിയുമ്പോൾ കൂമെന്ന് നമ്മൾ പറയും, മൂങ്ങകളെക്കുറിച്ച് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഈ അവതരിപ്പിക്കുന്ന കാര്യം എൻ്റെ മുമ്പിൽ ആഭിചാര ദോഷം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മക്കളുടെ ദുരിതങ്ങൾ കൊണ്ടും സഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കളുടെ ദുഃഖ ദുരിതങ്ങൾ കൊണ്ടൊക്കെ കേൾക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇത്തരം പരിപാടികളൊന്ന് നിർത്തിവെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ചില മിത്രങ്ങൾ പറയും, ഇയാളൊന്ന് നിർത്തിയിട്ട് പോടോ, ഇയാളൊന്ന് നിർത്തുന്നത് എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ, ഇതൊക്കെ സ്വാമി പറയുന്നതിൻ്റെ എവിടെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ, ആ ഗ്രഹിച്ചെന്തെങ്കിലും മാറ്റത്തിന് നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ, ഞാൻ നല്ല കർമ്മങ്ങൾ, ഞാനൊരു തെറ്റ് ചെയ്യാൻ പോവുകയാണ്, ആ തെറ്റിൽ നിന്ന് എനിക്ക് തിരുത്താൻ കഴിയണമേ, ആ തെറ്റിൽ നിന്ന് ഞാൻ തെറ്റ് ചെയ്തു പോയി, അതിൽ നിന്ന് എനിക്ക് പരിവർത്തനം സംഭവിക്കണമേ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ദോഷമുണ്ടാകരുതേ, എനിക്ക് ദോഷമുണ്ടാകരുതേ, അവർക്കെല്ലാം നന്മയുണ്ടാകണമേ, അവർക്ക് ദോഷങ്ങളുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.